ആഫ്റ്റർ പോയിന്റ് വണ്ടി ഒരു 1500 RPM മുകളിൽ ക്ലൈം ചെയ്യൂല. ഓ മറ്റേ ലിംബ് മോഡായല്ലേ? നമുക്കറിയാം, ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇതുവരെ ഒരു തവണ എങ്ങാണ്ട് തേർഡ് ഗിയർ ഇട്ടുള്ളൂ, ഫസ്റ്റിലും സെക്കൻഡിലും വന്ന. ഓ മാൻ. ഹായ് എവരി വൺ, നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കൊരു ഡീസൽ കാറുണ്ട്, അതിനൊരു DPF ഫിൽറ്ററിന് ഒരു പ്രശ്നം വന്നിട്ട് അതിന് ഏകദേശം 80,000 രൂപ അടുപ്പിച്ച് അല്ലേ പുള്ളിക്കൊരു എക്സ്പെൻസ് വന്നായിരുന്നു. സോ ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഹിയർ ടുഡേ ആൻഡ് വെൽക്കം ടു ദി ലോഗ് ഓഫ് സ്മോൾ തിങ്സ്. നമ്മൾ ഇന്ത്യയിൽ BS6 നോംസ് വന്ന ശേഷമാണ് ഇങ്ങനത്തെ കുറച്ച് പുതിയ ടേംസ് നമ്മൾ കേട്ടു തുടങ്ങിയത് അല്ലേ, ഈ DPF, SCR അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. എസെൻഷ്യലി എന്താണ് ഈ DPF ഫിൽറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം? ബേസിക്കലി ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ എല്ലാ തരം ക്ലൈമറ്റ് ചേഞ്ചിനെയും പിന്നെ മൊത്തത്തിലുള്ള എൻവറോൺമെന്റൽ ക്വാളിറ്റിയും നമുക്ക് നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുതിയ നോംസ് പലതും. ഒരുപാട് തരം മാറ്റങ്ങൾ നമ്മുടെ വണ്ടികളിൽ വരുന്നുണ്ട്. അപ്പൊ അതില് ഒന്നെന്ന് പറയുന്നത് എമിഷൻസിന്റെ അകത്തുള്ള പാർട്ടിക്കുലേറ്റ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഒരു വലിയ പ്രശ്നമാണ്, കാരണം കാർസിനോജനിക് ആണ്. പിന്നെ അതുപോലെ സ്മോഗ് ഉണ്ടാക്കും, വിസിബിലിറ്റി കുറയ്ക്കും. അതുപോലെ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരിക്കും കരിയില്ലേ, നമ്മുടെ സാധാരണ കരി, ഈ കരി തന്നെയാണ് നമ്മുടെ എഞ്ചിന്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ചും ഡീസൽ എഞ്ചിൻസിന്റെ. അപ്പോൾ ഡീസൽ എഞ്ചിൻസിന്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന നമ്മളൊരു അതിനകത്തൊരു ഫിൽട്രേഷൻ ഡിവൈസ് ഉപയോഗിച്ചില്ല എങ്കിൽ എക്സോസ്റ്റ് ഗ്യാസിന്റെ കൂടെ കുറേ പാർട്ടിക്കുലേറ്റ്സ് ഇറങ്ങി വരും. ആ പാർട്ടിക്കുലേറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പാർട്ടിക്കുലേറ്റ് ആയിട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DPF വെച്ചിരിക്കുന്നത്, which is ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ. ഇത് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ BS4 നിന്ന് BS6 ഒരു ചെമ്പ് വന്നപ്പോഴാണ് സ്ട്രിഞ്ചന്റ് ആയി നമ്മുടെ ലോ മേക്കേഴ്സ് ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ ലോസ് കൊണ്ടുവന്നു. ആ സമയത്ത് ഓർമ്മയുണ്ടോ, പല ഈ വലിയ വണ്ടികളും അവർക്ക് അങ്ങനെ പെട്ടെന്ന് സ്ക്രാപ്പ് ചെയ്ത് പുതിയ വണ്ടി മേടിക്കാനൊന്നും പറ്റത്തില്ല, റെട്രോ ഫിറ്റിംഗ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പ്രത്യേകിച്ചും ഡൽഹിയിലൊക്കെ ഇത് നേരത്തെ വന്നു. ഡൽഹിയിലാണ് ആ സമയത്താണ് കുറെ വണ്ടികൾ, ഡീസൽ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റാതായത്. ഓക്കെ, ആക്ച്വലി ഡൽഹിയിലെ ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ എൻറ്റയർ ഇന്ത്യയിലെ പിന്നെ വണ്ടികളുടെ വിധി തീരുമാനിക്കുന്ന ഡൽഹിയിലെ ക്ലൈമറ്റ് ആണല്ലേ. ഡൽഹിയിലെ വെതർ എന്ന് പറയാം, ക്ലൈമറ്റ് ഒരു ആഗോള പ്രതിഭാസവും വെതർ ഒരു ലോക്കലിസ്റ്റ് പ്രതിഭാസവും ആണല്ലോ. ഫിൽട്രേഷൻ പല രീതിയിൽ നടക്കാം. സെറാമിക് ആയിട്ടോ മെറ്റൽ ആയിട്ടോ ഉള്ള ഒരു മെഷ് കാണും, ആ മെഷിനകത്തൂടെ എക്സോസ്റ്റ് ഗ്യാസിനെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ പാർട്ടിക്കുലേറ്റ്സ് അവിടെ അടിയും. നമ്മുടെ തേയിലായിരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയ ഒരു അരിപ്പ പോലത്തെ ഒരു സാധനമാണ്, പക്ഷെ ഈ അരിപ്പ ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ദി എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചേഴ്സ്. കാലക്രമേണ ഈ സൂട്ട് കരി വന്ന് ഇതിനകത്ത് അടിഞ്ഞുകൂടി ഇതിപ്പോ ക്ലോഗ് ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ, അതാണ് നമ്മുടെ ഫ്രണ്ടിന് പറ്റിയത്. ക്ലോഗിങ് വരുന്നതിന് മുമ്പ് തന്നെ വണ്ടി മോർണിംഗ് തരും. അതായത് ഈ അരിപ്പയുടെ അപ്പുറവും ഇപ്പുറവും ഡിഫറൻഷ്യൽ പ്രഷർ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം അപ്സ്ട്രീം വേഴ്സസ് ഡൗൺ സ്ട്രീം പ്രഷർ അളന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് പറയാൻ പറ്റും വെദർ ഈ പറയുന്ന അരിപ്പ ഇസ് ബീങ് ക്ലോഗ്ഡ് ഓർ നോട്ട്. അപ്പം ക്ലോഗ് ആവാൻ തുടങ്ങുമ്പോ തന്നെ ഇവര് വാർണിംഗ് കൊടുക്കും, അതായത് അണ്ണാ നിങ്ങളുടെ ഈ സാധനം ക്ലോഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു പർട്ടിക്കുലർ പരിപാടി ചെയ്യുക. ഹൈ ടെമ്പറേച്ചേഴ്സിൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഓപ്പൺ ഹൈവേയിൽ ഒരു 80-85 km/h സ്പീഡിൽ അല്ലെ 100 km/h സ്പീഡിൽ വൈഡ് ഓപ്പൺ ത്രോട്ടില് ഓടിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് ടെമ്പറേച്ചേഴ്സ് വളരെ ഹൈ ആവും. ആ ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഈ സൂട്ടില്ലേ, ഈ സൂട്ട് ആക്ച്വലി ബേൺ ഓഫ് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പൊക്കോളും. അപ്പൊ അങ്ങനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ചില വണ്ടികൾക്ക് പാർക്ക് റീജനറേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ വണ്ടി ന്യൂട്രൽ ഇട്ടിരിക്കുകയാണ്, വണ്ടി പാർക്കിലാണ്, ആൻഡ് നിങ്ങൾ ഈ അതിനകത്തെ ഒരു റീജനറേഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യുവർ വണ്ടി വിൽ ഗോ ഇൻ ടു ഹയർ ഐഡലിംഗ് മോഡ്. RPM കൂടിയിട്ട് വണ്ടിയുടെ എക്സോസ്റ്റ് ടെമ്പറേച്ചർ കൂടി ഈ പറഞ്ഞ സാധനം റീജനറേറ്റ് ആവും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഇതിനെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി യു വിൽ ഹാവ് ടു മാനുവലി ഫ്ലഷ് ഇറ്റ് ഔട്ട്, റീപ്ലേസ് ഇറ്റ് ഓർ വാട്ട് എവർ. റീപ്ലേസ്മെന്റ് ഇസ് ഗോയിങ് ടു ബി വെരി കോസ്റ്റ്ലി. അല്ലാതെ റീജനറേറ്റ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്, അവരതിനെ ക്ലീൻ ചെയ്ത് തരും. ആദ്യം അവരും ഈ പറയുന്ന ഈ പ്രോസസ്സിൽ കൂടെ തന്നെ ചെയ്ത് നോക്കും, പക്ഷെ അതിൽ നടന്നില്ല എങ്കിൽ മാത്രം മാനുവലി ഫ്ലഷ് ഇറ്റ് ഔട്ട്. പണ്ട് 10 പേർക്ക് ഡീസലും 10 പേർക്ക് പെട്രോളും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് 8 പേർക്ക് ഡീസലും 12 പേർക്ക് പെട്രോളേ ആയിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല, കാരണം ഇപ്പോഴും ദി റണ്ണിങ് കോസ്റ്റ് ആർ മച്ച് ലോവർ. കാരണം ഈ ഹൈബ്രിഡ് വണ്ടികളുടെ വില ഇല്ല ഡീസൽ വണ്ടിക്ക്. മൈൽഡ് ഹൈബ്രിഡിനെക്കാളും വില കുറവാണ് ഡീസൽ വണ്ടിക്ക്, ആൻഡ് മൈൽഡ് ഹൈബ്രിഡിനെക്കാളും മൈലേജ് ആണ്. അതുകൊണ്ട് ലൈക്ക് പീപ്പിൾ സ്റ്റിൽ പ്രിഫർ ഡീസൽ എഞ്ചിൻസ്, ആൻഡ് ഡീസൽ എഞ്ചിൻസ് ആർ ഫൺ.
കുഴപ്പമൊന്നുമില്ല. നല്ല ഡീസൽ ഓടിക്കാൻ അറിയാമെങ്കിൽ ഡീസൽ രസമാണ് ഓടിക്കാൻ, ഒരു ടോർക്ക് നേച്ചറും അല്ലേ. അതെ, പക്ഷെ ഡീസൽ ഗിയർ മാറാൻ അറിയണം. നമ്മൾ സാധാരണ പെട്രോൾ ഗിയർ മാറുന്ന പോലെ, ഐ മീൻ മാനുവൽ ആണ് ഓടിക്കുന്നെങ്കിൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡസന്റ് മാറ്റർ. ബട്ട് ദെൻ ഇതാണെങ്കിൽ മാനുവൽ ആണ് ഓടിക്കുന്നെങ്കിൽ ഡീസലിൽ ഗിയർ മാറുന്നത് ലൈക്ക് യു ഹാവ് ടു ടേക്ക് ദാറ്റ് ടോർക്ക് ഇൻ ടു കൺസിഡറേഷൻ. ആൻഡ് RPM ഭയങ്കരമായിട്ട് കൂട്ടി റേസ് ചെയ്ത് ഗിയർ മാറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മിക്കതും ഇപ്പൊ ടർബോ ആണ്, സോ യു വോണ്ട് ഫീൽ ദാറ്റ് പെർഫോമൻസ് ഇല്ലായ്മ. ഓക്കെ. സിലിണ്ടറിന്റെ അകത്തെ കമ്പഷൻ ഈവൻ അല്ല. അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോൾഡ് സ്പോട്സ് കാണും. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഈ നമ്മുടെ പ്രത്യേകിച്ച് ഡീസൽ ഒരു ഹെവിയർ മോളിക്യൂൾ ആണല്ലോ, നമ്മളന്ന് പണ്ട് പറഞ്ഞ പോലെ. അപ്പൊ ഈ ഹെവിയർ മോളിക്യൂള് വലിയ ഇത് വേപ്പറൈസ് ആവത്തില്ല. സംഭവം ഇതിനെ അറ്റമൈസ് ചെയ്ത് തന്നെയാണ് ഇഞ്ചക്ടർ സ്പ്രേ ചെയ്യുന്നതോട്ട്. എന്നാലും ഇവൻ ഒരു ഡ്രോപ്ലെറ്റ് കണക്കാണ്ടിരിക്കുന്നത്, അല്ലാതെ പെട്രോളിനെ പോലെ കംപ്ലീറ്റ് വേപ്പറായി മാറൂല, വോൾട്ടിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ വേപ്പറായിട്ട് മാറാത്ത ഈ ഡീസല് ചില സ്ഥലങ്ങളിൽ അവനെ ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന എയറിനെ കൊണ്ട് അവനെ മൊത്തം കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം അവന്റെ സർഫസിലുള്ളവൻ കത്തും, ആ ഡ്രോപ്ലെറ്റിന്റെ അകത്തുള്ള സാധനം കാർബണൈസ് ചെയ്യും, എന്നിട്ട് സൂട്ട് ആവും. അതാണ് ഈ സൂട്ട് പാർട്ടിക്കിൾ ആയിട്ട് ഒരു 50 തൊട്ട് ഒരു 100 അല്ലെങ്കിൽ 200 നാനോമീറ്റർ വരെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കാണും. ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, തമ്മിൽ ലംപ് ചെയ്യും. തമ്മിൽ ലംപ് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ വലിയ പാർട്ടിക്കിൾ ആവും. ഓക്കെ, അതൊരു മൈക്രോമീറ്റർ കണക്ക് ഉള്ള പാർട്ടിക്കിൾ ആയിരിക്കും. എന്നിട്ട് ഇവൻ ആ പറയുന്ന ഈ സിലിണ്ടറിനകത്തുള്ള പല ഗ്യാസുകളെയും അബ്സോർബ് ചെയ്യുകയും ചെയ്യും അവന്റെ സർഫസിലോട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാർസിനോജനിക്കാണ് ആവുന്നത്. കാരണം ഇവൻ മാത്രമായിട്ടല്ല വരുന്ന പുറത്തോട്ട്. ഇവൻ കുറെ ഇങ്ങനെ ഹൈഡ്രോ കാർബണയും സർഫസിൽ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഹൈഡ്രോ കാർബണയും നൈട്രസ് ഓക്സൈഡുകളും എല്ലാം. അപ്പൊ നമ്മൾ ഈ ഇത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ കെമിക്കൽസും ആണ് ഇൻഹെയിൽ ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ഡയറക്റ്റ് കത്തിച്ച് കളയുമ്പോൾ എസെൻഷ്യലി കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ. ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് പിന്നെ ഇതാണ് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിനകത്ത് യൂറിയാണ് അതിന്റെ കെമിക്കല്. ഇതിൽ നിന്നുള്ള NOx-നെ ഫിൽട്ടർ ചെയ്ത് കളയും. DPF ഫിൽട്ടർ ചെയ്യുന്നതിന്റെ പുറമെ NOx-ഉം കൂടെ ഫിൽട്ടർ ചെയ്യും. അതെനിക്ക് തോന്നുന്നു 2 ലിറ്ററിന്റെ മുകളിലുള്ള എഞ്ചിൻസിലൊക്കെയാണ് ഉള്ളത്, ഈ ട്രക്സിലും കാര്യങ്ങളും. പിന്നെ ഇന്നോവയിലൊക്കെ ഉണ്ടെന്നു, ഇന്നോവ 2 ലിറ്ററിന്റെ മുകളിലുണ്ടല്ലോ, അപ്പൊ അതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇങ്ങനെയും ഫിൽട്ടർ ചെയ്യാറുണ്ട്, DPF പ്ലസ് ഈ ആഡ് ബ്ലൂ. ഈ നമ്മൾ പറഞ്ഞ ഈ റീജനറേഷൻ പ്രോസസ്സ് ഇപ്പൊ മാനുഫാക്ചറേഴ്സ് ആക്ച്വലി അവരുടെ സർവീസ് സെന്ററിൽ ആൾക്കാർ DPF പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ അവരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഹൈവേസിൽ ഒരു 60-80 അല്ലേ അങ്ങനെ ഒരു സ്പീഡിൽ ഓടിക്കുക, ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ കൊണ്ടുവരിക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെല്ലാവർക്കും പറ്റൂല അല്ലേ. സിറ്റിയിൽ മാത്രം ഓടിക്കുന്നവർക്കാണെങ്കിൽ എവിടെ ഇട്ടാണ് ഇതിനെ ഈ സ്പീഡ്സ് റീച്ച് ചെയ്യുന്നത്? ഈ സിറ്റി റൈഡും ഹൈവേ റൈഡും ഉള്ളവർക്കുമാണ് ശരിക്കും പറഞ്ഞാൽ BS6-ന് ശേഷമുള്ള ഡീസൽ വണ്ടികൾ കൊണ്ട് തലവേദന ഇല്ലാണ്ട് പോകാൻ പറ്റുന്നത്. മാത്രമല്ല, ആക്ച്വലി ഇഫ് യു ആർ എ പവർ യൂസർ, നേരത്തെ പറഞ്ഞ പോലെ, യു ക്യാൻ ഓൾവേസ് ഡു ഇറ്റ് ഇൻ ദി സിറ്റി ആസ് വെൽ. Put it to a higher gear. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സെക്കൻഡിൽ പോകേണ്ട സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇട്ട് നല്ല ഇരച്ച് ഓടിക്കുന്നു. വാട്ട് എവർ ഗിയർ ലോവർ ഗിയർ സെലക്ട് ചെയ്യുക. നമ്മള് ഇപ്പൊ വേണ്ടാത്ത രീതിയിൽ വണ്ടിയുടെ RPM കൂട്ടുക, ആൻഡ് കുറെ ദൂരം അങ്ങനെ ഓടിക്കുക. നീഡ് സം ടൈം, 30-40 മിനിറ്റ് വേണ്ടി വരും. അതെ, അതാണ് ഇപ്പൊ പറയാൻ വന്നത്. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പം RPM കയറ്റി പിന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ വിചാരിച്ചു, പക്ഷെ ഇത് ഇത്രയും സഫീഷ്യന്റ് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആവത്തൂല്ല. മാത്രമല്ല വണ്ടി ഓവർഹീറ്റ് ആവും. കാരണം ഹൈവേയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് ദി അതർ പാർട്സ്. അതായത് ഇപ്പൊ കമ്പഷൻ ചേംബറിലെ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടിയിരിക്കെ തന്നെ ബാക്കി കോമ്പണൻസിനെ കൂൾ ചെയ്യാനുള്ള അത്രയും എയർ ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഹൈ സ്പീഡ്സിൽ. പക്ഷെ ഈ സിറ്റി ഡ്രൈവിംഗിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് യുവർ എയർ ഫ്ലോ ഇസ് ലെസ്, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് റേഡിയേറ്റർ ഉണ്ടെങ്കിലും നിങ്ങൾ വാട്ടർ കൂൾഡ് ആണെങ്കിലും ഒക്കെയും യു ഹാവ് ടു റിലീസ് ദ ഹീറ്റ് സംവെയർ. അപ്പൊ ആ റിലീസിങ്ങിനുള്ള ഒരു ഏജന്റ് ആയിട്ട് കാറ്റില്ല നമ്മൾ ചെറിയ സ്പീഡ്സിൽ പോകുമ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും യു കാൺട്ട് എക്സ്പെക്ട് ദി എഞ്ചിൻ ടു ഗോ ബിയോണ്ട് എ സർട്ടൻ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ DPF വന്ന ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീജനറേഷൻ പ്രോസസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇത് വരാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൂട്ട് ഫോർമേഷൻ ആണല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? കുറച്ചുകൂടെ ഫൈനർ മിസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ നമ്മളിപ്പോൾ CRD-യിലൊക്കെ അതാണ് തോന്നുന്നു ചെയ്യുന്നത്. യു ക്യാൻ റെഡ്യൂസ് ദി സൂട്ട് ഫോർമേഷൻ, യെസ്, പക്ഷേ യു കാൻ അവോയ്ഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. കറക്റ്റ്. അല്ലാണ്ട് നമുക്ക് നമ്മുടെ എഞ്ചിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വോൺ പിസ്റ്റൺ റിങ്സ് ഒക്കെ ആണെങ്കിൽ then your സൂട്ട് ബിൽഡപ്പ് is going to increase. കാരണം പിന്നെ ഓയിലിനെയും കൂടെ കത്തിക്കാൻ തുടങ്ങും. ആക്ച്വലി ഓയിൽ ക്ലോസ്ലി റിസംബിൾസ് ദി ഡീസൽ ഫ്യൂൽ. അപ്പം
നമ്മുടെ ഡീസൽ എഞ്ചിനകത്ത് ഓയിൽ കയറി കഴിഞ്ഞാൽ ഓയിലിനെ അവൻ സുന്ദരമായിട്ട് കത്തിക്കും. Okay. ഓയിലിനെ കത്തിച്ച് പവറും എടുക്കും. ഓക്കെ. അപ്പം എന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന പർട്ടിക്കുലർ മാറ്റർ വിൽ ബി ടു മച്ച്. ഓക്കെ. അപ്പൊ അത് ഒഴിവാക്കാം, പെട്ടെന്ന് അത് ഒഴിവാക്കാം. നമ്മുടെ വണ്ടിയുടെ പിസ്റ്റൺ റിങ്സ് ഒക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. യു യൂസ് ഗുഡ് ഓയിൽ, കാരണം വിച്ച് ഇസ് ഇൻക്രീസിങ് ദി ലൂബ്രിക്കേറ്റിംഗ് ക്വാളിറ്റീസ്. അങ്ങനെയൊക്കെയുള്ള ഓയിൽസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് യുവർ എഞ്ചിൻ ലൈഫ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് യുവർ സൂട്ട്. സോ റെഗുലർ മെയിൻ്റെനൻസ്. റെഗുലർ മെയിൻ്റെനൻസ് ഏതെങ്കിലും വണ്ടിയുടെ പ്രശ്നത്തിന് ഒരു ഉത്തരമല്ലായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഐ മീൻ ലൈക്ക് മെയിൻ്റെനൻസ് ഇസ് എവറിത്തിങ്. പുട്ടിങ് എ ഹൈബ്രിഡ് സിസ്റ്റം ഇൻ എ ഡീസൽ, അതായത് സിറ്റി റൈഡിങ്ങിനാണല്ലോ ഈ പ്രശ്നം വരുന്നത്. സോ ഫോർ സിറ്റി യൂസ് ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡോ അല്ലെങ്കിൽ ബാറ്ററി വെച്ചിട്ട് യു ഗിവ് ഓൾ ദ ലോഡ് ടു ഇലക്ട്രിക് മോട്ടർ. ആൻഡ് ഡീസൽ ഷൈൻ ചെയ്യുന്ന ഡീസലിന് ആക്റ്റീവ് റീജനറേഷൻ പാസീവ് റീജനറേഷൻ പോസിബിൾ ആയ ഹൈവേസിൽ ഡീസലിലോട്ട് സ്വിച്ച് ഓവർ ചെയ്ത് ഓടിക്കുന്നത് അതൊരു സൊല്യൂഷൻ ആയിരിക്കില്ലേ? പ്ലഗ് ഇൻ ഹൈബ്രിഡ്സിന് ഇനി പ്രധാനമായിട്ട് തോന്നുന്ന പ്രശ്നം അതിന്റെ വിലയാണ്. വിലയും പിന്നെ ട്രേഡ് ഓഫും. അതായത് യു ഹാവ് ടു ഹാവ് ബോത്ത് സിസ്റ്റംസ് അലൈവ് ആൻഡ് കിക്കിംഗ് ഇൻ ദ കാർ. അതായത് യു ഷുഡ് ഹാവ് എ ഫുള്ളി ഫങ്ഷണൽ ഡീസൽ എഞ്ചിൻ ആസ് വെൽ ആസ് യു ഹാവ് ടു ഹാവ് എ ഫുള്ളി ഫങ്ഷണൽ electric engine, electric motor and battery pack and all that paraphernalia. അതെല്ലാം ഉണ്ടെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യുള്ളൂ. ഇത് രണ്ടും ചുമന്നുകൊണ്ട് നടക്കണം എല്ലായിടത്തും. ഫോർ എ പ്യൂർലി സിറ്റി യൂസർ, ഹൗ ഫ്രീക്വന്റ് ഈസ് എ DPF error? നിനക്ക് DPF error എത്ര വർഷം വന്നടാ നിന്റെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം? ഒരു 3 പ്രാവശ്യം വന്നതാണ്. ഞാൻ ആക്ച്വലി അതിനെ പുഷ് ചെയ്തു. എന്താണ് പറയുന്നത്, ഓടുന്ന അത്ര ഓടട്ടെ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു മേജർ പ്രശ്നമായിട്ട് അണ്ടർ റിപ്പയർ ആണ്. ഓക്കെ. ഇപ്പൊ വണ്ടി എത്ര കിലോമീറ്റർ ആയി ടോട്ടല്? വണ്ടി അധികമൊന്നും ആയിട്ടില്ല, 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്ററിന് ഇടയ്ക്ക് നിനക്ക് 3 തവണ ഈ DPF വന്നപ്പോ നീ DPF ക്ലിയർ ചെയ്യാനുള്ള മെനൂവർ ചെയ്തില്ലേ? ഞാൻ മെനൂവർ ചെയ്തില്ല, അത് എന്റെ മിസ്റ്റേക്ക് ആണ്. അത് ആക്ച്വലി ഓൺലി ടേക്സ് ലൈക്ക് 15 minutes. നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. പാർക്ക് റീജനറേഷനോ? ഞാനതിനെ എപ്പോഴും മടിച്ച് അതിനെ ഇതാക്കിയത് കൊണ്ടാണ് ഇതായത്. ഞങ്ങൾ മൂന്നാർ പോയപ്പോ അത് ഭയങ്കര ഡാർക്കായി. ആഫ്റ്റർ പോയിന്റ് വണ്ടി ഒരു 1500 RPM മുകളിൽ ക്ലൈം ചെയ്യൂല. ഓ, മറ്റേ ലിംപ് മോഡായല്ലേ? അപ്പം എന്താ പറഞ്ഞാൽ നിനക്കറിയാം, ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇതുവരെ ഒരു തവണ എങ്ങാണ്ട് തേർഡ് ഗിയർ ഇട്ടുള്ളൂ. ഫസ്റ്റിലും സെക്കൻഡിലും വന്ന. ഓ ഷിറ്റ് മാൻ. ഡീലർഷിപ്പിൽ പോയിട്ട് ഒരു തവണ റീജനറേറ്റ് ചെയ്ത് എന്റെ വണ്ടി 20,000 കിലോമീറ്ററിൽ ഒരു 18,000 കിലോമീറ്റർ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലാണ് ഓടിയിരിക്കുന്നത്. അങ്ങനെയുള്ള വണ്ടികൾക്കാണ് ഇങ്ങനെ വരാൻ പ്രവണത കൂടുതൽ. 8-9 monthsന് 3000 RPM കാണാതെ ഓടിയിട്ടുണ്ട്. ഓ എന്റെ പൊന്നോ. അപ്പം അത് യു കാൻ കംപ്ലൈൻ അല്ലേ? ഐ കാൻ കംപ്ലൈൻ. ദാറ്റ് ഈസ് ഓൾ ഓൺ മീ. അടുത്ത പ്രാവശ്യം തൊട്ട് അത് സൂക്ഷിച്ച് ഇടയ്ക്കെങ്കിലും വന്ന് ബൈപ്പാസിലൊക്കെ കയറ്റി ചെയ്ത് ഓടിക്കണം. എസെൻഷ്യലി ഈ നമ്മുടെ ഫിൽറ്റേഴ്സ് ക്ലോഗ്ഡ് ആവുമ്പോൾ വണ്ടീനെ എഞ്ചിൻ അധികം ഹാം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നാച്ചുറലി ടേക്സ് എ സൈക്കിൾ or a mode called limp mode. ആൻഡ് ലിംപ് മോഡിൽ വണ്ടിയുടെ RPM പിന്നെ ലിമിറ്റഡ് ആയിരിക്കും. ഗിയേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഗിയേഴ്സ് ലിമിറ്റഡ് അല്ല, ബട്ട് ബിക്കോസ് ദി RPM is limited you can't put higher gears. Right, exactly. ഗോപിയുടെ ഫ്രണ്ടിനെയാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ പുള്ളിക്ക് ഒരു 2 വർഷം ഡെയിലി എത്ര കിലോമീറ്റർ വരുന്നത്? ഡെയിലി 10 കിലോമീറ്റർ, ടു ആൻഡ് ഫ്രോ ചേർത്ത് 10 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ പുള്ളിയുടെ എല്ലാ ഓട്ടങ്ങളും കൂടി ആകെ ഒരു 20,000 കിലോമീറ്റർ ഓടിയതിനിടയ്ക്ക് 3 പ്രാവശ്യം DPF error വന്നു. 3 പ്രാവശ്യം. അത് എന്നിട്ട് അത് അവൻ സമയം കിട്ടാത്തോണ്ടും ലൈക്ക് സൗകര്യം ഇല്ലായിരുന്നതുകൊണ്ടും റീജനറേറ്റ് ചെയ്യാൻ നോക്കിയില്ല, പാർക്ക് റീജനറേഷൻ ചെയ്തില്ല. ആക്റ്റീവ്ലി ഇഗ്നോർ ചെയ്തു എന്ന് പറയാം. ആക്റ്റീവ്ലി ഇഗ്നോർ ചെയ്യുകയോ പാസീവ്ലി ചെയ്യാതിരിക്കുകയോ ചെയ്തു. എന്തായാലും എനിവേ ഇപ്പൊ വണ്ടി സർവീസ് സെന്ററിലാണ്. പക്ഷെ ഈ പറഞ്ഞത് ഈ DPF റീജനറേറ്റ് ചെയ്യാൻ അത് അവർക്ക് മാനുവലായിട്ട് തന്നെ ഫ്ലഷ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലി വിൽ ലെറ്റ് യു നോ ഇൻ ദ കമന്റ്സ് അതിന്റെ അവസ്ഥ എന്താണെന്ന് ലേറ്റർ. if you're interested. If you're interested. Anyway, ഇതാണ് DPF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ റീജനറേഷൻ സമയത്തിനും കാലത്തിനും ചെയ്യുക, and you can save yourself so much trouble in the future. And hope you enjoyed the content. Thank you for watching. ഇത് ഈ കോൾ റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ it would have been a great thing for us. Okay.
ഓക്കെ വി ഗോട്ട് ഇറ്റ് ഓക്കെടാ ഓക്കെ 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 ഓക്കെടാ